എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചിതറാലാണ് പോകുന്നത്. അതും തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലയ്ക്കകത്താണ് ചിതറാലുള്ളത്. പണ്ട് ജൈനമത ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് 9-ാം നൂറ്റാണ്ടിലൊക്കെ ജൈനമതക്കാർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് ഒന്ന് പോയി കാണാം. ചെറിയൊരു പാസ്സൊക്കെ ഉണ്ട്. ആ പാസ് എടുത്തുകൊണ്ട് നമുക്ക് കയറാൻ വേണ്ടി ഇവിടെ നിന്ന് വേണം നമുക്ക് കയറാൻ വേണ്ടി. അതിൻ്റെ ഗേറ്റ് ഇതാണ്. ഈ വഴി നടന്ന് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. കേട്ടോ, നടന്ന് കയറുമ്പോഴൊക്കെ ആ തറയൊക്കെ ശ്രദ്ധിച്ചോ? ആ കല്ല് കൊണ്ട് ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് അവർ കല്ല് വെച്ച് വഴി പോലെ ചെയ്തതാണ്. കണ്ടോ, കല്ല് സ്ക്വയർ മോഡൽ വെട്ടി, പാറക്കല്ലാണ്, പാറക്കല്ല് വെട്ടി അവരങ്ങ് അറ്റം വരെ ചെയ്തിട്ടുണ്ട്. മുകളറ്റം വരെ നമുക്ക് കയറുമ്പം കാണിച്ചു തരാം. ഇവിടെ എപ്പോഴും ഇതുപോലെ കണ്ടോ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കും. കാരണം നല്ലൊരു വൈബ് പ്ലേസാണ്. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ വരും ഇവിടെ. കണ്ടോ, ഇവിടെ സൈഡിൽ മറ്റേ കശുമാവാണ്, നിറയെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ഇവിടെ വരുമ്പോൾ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. പാറക്കല്ലിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്, ഇരിക്കാനൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള. കാരണം ചെറിയൊരു മല പോലെയാണ്, ഇപ്പോൾ കയറാൻ അല്പം പാടാണ്. ഇപ്പോൾ അങ്ങനെ പാടുള്ളവർക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്താൽ കയറാം. കണ്ടോ, ഇവിടെ സ്റ്റെപ്പ് പോലെയാണ്. ഇതിങ്ങനെ സ്റ്റെപ്പ് പോലെ മുകളിലോട്ട് ചെറിയൊരു മല പോലെ ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കണം. അതാണ് മേലേക്കോവിൽ എന്ന് പറയുന്നത്. അതിനർത്ഥം മേലേക്കോവിൽ എന്നാണ് ഇവിടെ ശരിക്കും പറയുന്നത് ചിതറാലിനെ. ഇത് ഫുള്ളും പാറയാണ്. ഇവിടെ നമ്മൾ ആ പാറയെ അവർ വെട്ടി ലെവൽ ചെയ്ത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റുന്നുണ്ടോ ഈ സൈഡിൽ കൂടെ. ആ പാറയുടെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ കയറുന്നത് മുകളിലോട്ടല്ല. കാരണം മുകളിലോട്ട് കയറുമ്പം രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു ഭഗവതി ടെമ്പിളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെയും അതുപോലെ ഉണ്ട്. കണ്ടോ, എല്ലായിടവും കശുമാവാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇതിനകത്തല്ല കണ്ടോ, ഈ തറ കണ്ടോ, തറയുടെ സൈഡിൽ ബോർഡർ അവർ കെട്ടി, അതായത് വെള്ളം വന്നിറങ്ങാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എന്നിട്ടാണ് പാറക്കല്ല് വെച്ച് സ്റ്റെപ്പ് പോലെയൊക്കെ ചെയ്ത് മുകളിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈവനിങ് ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളെ കൂടെ കയറുന്ന ആൾക്കാരാണ് ഇതൊക്കെ. നമ്മളെ കൂടെ ആൾക്കാരുണ്ട് വേറെ. നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പം വലത്തോടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ട് നോക്കി പാരയ്ക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതായിരുന്നു. വന്നപ്പോൾ ഇവിടെ നല്ലൊരു വൈബ് പ്ലേസാണ് ശരിക്കും. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു അങ്ങ് മലനിരയൊക്കെ കാണാൻ പറ്റും. കണ്ടോ, നല്ലൊരു വൈബ് പ്ലേസാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫുള്ളും പാറയാണ്. കണ്ടോ, ആ പാറയുടെ മുകളിലാണ് കോവിലിരിക്കുന്നത്. ശരിക്കും 9-ാം നൂറ്റാണ്ടിൽ ജൈനമതക്കാർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ക്ഷേത്രമായി മാറിയതേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു ഗുഹ പോലെ കണ്ടോ, പാറക്കല്ല് വന്നിരുന്ന് മുകളിൽ നിന്ന് പൊട്ടി വീണ പാറക്കല്ലാണത്. ചെറിയൊരു ഗുഹ പോലെ ആയിട്ടുണ്ട് അത്. നമുക്കിവിടെ വരുമ്പോൾ അറിയാൻ പറ്റും. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ റോഡ്, അതായത് നമ്മൾ മുകളിലോട്ട് കയറുന്ന വഴിയാണത്. ആ വഴി വീണ്ടും നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ മുകളിലെത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഒരു ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മുകളിൽ കയറി ആൽമരത്തിൻ്റെ അവിടെ കൂടെ വേണം നടന്ന് കയറി പോകേണ്ട. അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. സ്റ്റെപ്പല്ല, അത് ചരിച്ച് ഇതുപോലെ തന്നെ ചരിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇതേ കണ്ടോ, പാറക്കല്ലിങ് വരെ ഞാൻ പറഞ്ഞില്ലേ, ആ പാറ നമ്മൾ നടന്ന് വരാൻ വേണ്ടി ആ വഴി ഇതുവരെ ഉണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ അതുപോലെ നല്ലൊരു വൈബ് പ്ലേസാണ് താഴോട്ടൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ അവർ കണ്ടോ അടിപൊളിയായിട്ട്. നടന്ന് തളർന്നു വന്നാൽ ഇവിടെ ഇരിക്കാം ആൽമരത്തിൻ്റെ ചുവട്ടിൽ. കാണാൻ നല്ല ഓക്സിജൻ കിട്ടും ഇവിടെ ഇരുന്നാൽ. പിന്നെ അതുപോലെ കണ്ടോ, എഴുതി പറക്കി വെച്ചിരിക്കുന്നതിന് കയ്യും കാണവില്ല. പാവം മരത്തിനെ കൊന്നു വെച്ചിട്ടുണ്ട് ആരായാലും. അത്രയ്ക്ക് നിറയെ എഴുതിയിട്ടുണ്ട് അതിൽ. കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും എഴുതി പറക്കി വെച്ചിരിക്കുന്നത്. ഒരു മരത്തിനെ കിട്ടിയ വെറുതെ വിടൂലെന്നാണ് അർത്ഥം. ഇവിടെ ആൽമരത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നിറയെ ശിഖരമൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാനായാലും ഒരു തണലുണ്ട് ഇവിടെ. അതിനുവേണ്ടി കറക്റ്റായിട്ട് അത് വളരുന്നതാണ്. അതുകൊണ്ട് ആരും ഇവിടെ നശിപ്പിക്കില്ല അത്. കണ്ടോ, അതിൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ വേണ്ടി കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴെ നിന്നാണ് കയറി ഇങ്ങോട്ട് വന്നത്. കണ്ടോ, മുകളിലെല്ലാം എല്ലായിടും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലം പോലും വിടാതെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പാണ്. ഇതേപോലെ സ്റ്റെപ്പ് കയറി നമുക്ക് വലത്തോട്ടും പോവാം ഇടത്തോട്ടും പോവാം. വലത്തോട്ട് വന്നാൽ അതെ ഇതുപോലെ ഒരു ചെറിയ കല്ല് വെച്ചാണ്, അതെല്ലാം ഫുള്ളും കല്ലാണ് ഇതിനകത്ത്. അതൊരു പാറ കൊത്തി ചെയ്തതാണ്. നമുക്ക് കണ്ടോ പാറയിലെ സ്റ്റെപ്പ് നമുക്കതുപോലെ ഇതിനകത്ത് കയറാൻ പറ്റും. ഈ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. കയറി നമുക്ക് അപ്പുറത്ത് പോവാം. ഒരു വൈബാണ് നമുക്ക് ഈ വഴി കയറി പോകുമ്പം. രണ്ട് പാറയുടെ ഇടയിലെ കൂടെയൊക്കെ നമുക്കിങ്ങനെ നടന്ന് പോകുമ്പം നല്ലൊരു പ്രത്യേകതയായിരിക്കും. കാരണം ഇവിടെ സ്റ്റെപ്പാണ്. ഇനി ഈ സ്റ്റെയർ ഇറങ്ങി വേണം താഴോട്ടൊക്കെ പോകാൻ. ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെയൊക്കെ തോന്നുന്നു. ഗുഹയല്ല, എന്നാലും ഇവിടെ നിന്ന് അപ്പുറത്ത് ആ വഴി അങ്ങ് പോവാം. കണ്ടോ, ഇവിടെ കൂടെ അടിയിൽ കൂടെ നുഴഞ്ഞാൽ അങ്ങ് അപ്പുറത്തും പോവാം. അതിനുള്ള സ്പേസാണത്. കണ്ടോ, നമ്മൾ വന്ന വഴിയാണത്. ഇവിടുന്ന് സ്റ്റെയർ ഇറങ്ങി നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ കണ്ടോ താഴോട്ടൊക്കെ നല്ല വൈബ് പ്ലേസാണ്, സൂപ്പറായിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഇവിടെ കൊത്തിപ്പറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങാം. സ്റ്റെപ്പ് ഇറങ്ങാൻ തന്നെ പാട് ഇവിടെ. ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ യെസ്, ഇവർ പഴയ നമ്മൾ 9-ാം നൂറ്റാണ്ടിലെ ആ ചരിത്രമൊക്കെ അതിലുണ്ട്. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നല്ല കറക്റ്റ്
കണ്ടോ? ആ പാറയിലാണ് കൊത്തിയിരിക്കുന്നത്. ഇതിനകത്താണ് ആ ക്ഷേത്രം വരുന്നത് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ? പാറയിൽ കൊത്തി ജൈനമതക്കാരുടെ അപ്പം ഉണ്ടായിരുന്നു 9-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ജൈനമതക്കാരുടെ ആ ഒരു ഇത് അവർ കൊത്തി ചെയ്തതാണ് പാറക്കല്ലിൽ. സൂപ്പറായിരിക്കുന്നതല്ലേ കാണാൻ? കണ്ടോ? നല്ല അപ്പോഴെന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം അവരുടെ സവിശേഷതകളെല്ലാം അവർ യോഗ ചെയ്യുന്നതും അവർക്ക് എന്തൊക്കെ സവിശേഷതകളുണ്ട് അതെല്ലാം ഈ പാറയിൽ തന്നെ അവർ കൊത്തി ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക ഫീലാണ്. കാരണം കാറ്റടിക്കുന്നതും ആ ഒരു നമുക്ക് പ്രത്യേകതയായിരിക്കും. കാരണം പാറയുടെ തണുപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കിട്ടും. അതുപോലെ തൂണൊക്കെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാറക്കല്ല് ചെയ്തതാണ് അവർ. ഇത് ഫുള്ളും പാറക്കല്ലാണ്, വേറെ ഒരു ഇതുമില്ല, തടിയോ അങ്ങനെ ഒന്നുമില്ല, ഫുള്ളും പാറക്കല്ലാണ്. ഇവിടെ ഗാർഡനൊക്കെ ചെറുതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ നമുക്ക് ഇറങ്ങാൻ സ്റ്റെയർ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി നമ്മൾ താഴെ വരുമ്പം ദേ ഇവിടെ ഒരു പാറയാണ് കേട്ടോ, വലിയ പാറയാണ്. ആ പാറയിലാണ് നമ്മൾ ആ സൈഡിലത് കണ്ടത്. ആ പാറയുടെ അകത്താണ് ക്ഷേത്രം ഇരിക്കുന്നത് ഇപ്പോൾ. ഇവിടെ ചെറിയൊരു ഇതുണ്ട് കണ്ടോ, ഇതാണ് ആ ക്ഷേത്രം. ഇത് കല്ല് കെട്ടിയെടുത്തതാണ് ഇവർ ഫ്രണ്ടിലോട്ട്. അതിനകത്ത് ആ പാറയ്ക്കകത്താണ് സംഭവം ഇരിക്കുന്നത്, വിഗ്രഹം ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കാൻ പറ്റുമോ നോക്കാം. കണ്ടോ പാറ, ഇതാണ് പാറ. ആ വലിയ പാറയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ഇതാണ് അതിൻ്റെ നട. ഇവിടെ കൂടെ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കാണാൻ പറ്റും ഇതിനകമൊക്കെ. കണ്ടോ? ആ അകത്തുള്ള ഒരു ഇതുണ്ടല്ലോ അതിനകത്താണ് ഉള്ളത് ആ വിഗ്രഹം ഉള്ളത്. കണ്ടോ? നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ തൂണൊക്കെ കണ്ടോ? തൂണിൽ നമ്മൾ അവരെ പഴയ കാലത്തെ രചനകൾ, അതായത് അവരെ കലാരചനകളെല്ലാം അവർ അതിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് എപ്പോഴും നല്ലൊരു തണുപ്പായിരിക്കും. കാരണം ഒരു AC എങ്ങനെ നമുക്ക് കിട്ടും അതുപോലെ ആണ് ഇതിനകത്തുള്ള തണുപ്പ്. അതിനകത്താണ് അവർക്ക് പണ്ട് ജൈനമതക്കാരെല്ലാം ഉണ്ടായിരുന്നത്, ഇതിനകത്തെല്ലാം. അപ്പോഴവർ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹങ്ങളാണ് അതെല്ലാം അതിനകത്തുള്ളത്. കാരണം നമുക്ക് നിറയെ തൂണുണ്ട് ഇതിനകത്ത്. അന്ന് എല്ലാ തൂണിലും തന്നെ അവർ ഓരോ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ആ ഒരു സൈഡിലാണ് പണ്ട് മറ്റേ അരി അരയ്ക്കാൻ ആ ഒരു ഇതാണ്. അങ്ങോട്ട് വഴിയില്ല. കണ്ടോ? മുകളിൽ ആ ഒരു വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ ആ സൈഡാണത്. വെളിയിലായാലും ആ പാറയുടെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ഗുഹ പോലെ ഒക്കെ അതിനകത്തുണ്ട്. കണ്ടോ? അവർ കെട്ടിയടച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ശരിക്കും ആ വിഗ്രഹം ഇരിക്കുന്നത്. ഇത് 9-ാം നൂറ്റാണ്ടിൽ അപ്പോഴുണ്ടായിരുന്നവർ ചെയ്ത ഒരു ഇതായിരുന്നു നമ്മുടെ ജൈനമതക്കാർ. അപ്പോൾ നമ്മളെ തമിഴ്നാട്ടിലും എല്ലാം ഉണ്ടായിരുന്നു ജൈനമതക്കാരുടെ അപ്പോഴത്തെ കലാവിരുന്നുകളാണ് അതെല്ലാം. നമുക്ക് വേണ്ടി ഇപ്പം വീണ്ടും തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയും പാറയാണ് കണ്ടോ, പാറ. അതുപോലെ ഇവിടെ ആരോ തീയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കാടായിരുന്നു. അപ്പോഴേ കാടെല്ലാം അവർ ശരിയാക്കിയാണ്. അതേ കുളം, നമുക്ക് കുളത്തിൽ പോയിട്ട് വരാം. കുളത്തിലും പോകണമെങ്കിൽ പടി ഇറങ്ങണം. എവിടെ പോയാലും ഇത് പടി ഇറങ്ങണം ഇവിടെ, എങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സ്ഥലങ്ങൾ. നമുക്കെന്തായാലും കുളം രണ്ടാമത് വന്ന് കാണാം. നമുക്കൊന്ന് ആ തീയിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണണം. കാരണം ഇതാണ് കുളം. കുളത്തിൽ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം കാണുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും ഇതിനകത്ത്. ഇവിടെ ഊറ്റ് വരും ചില സമയത്ത്. അതെല്ലാം തീയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കൊന്നും അറിയണം. അവിടെ ചെറിയൊരു ഗുഹ പോലെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് കഷ്ടപ്പെട്ടിട്ടെങ്കിൽ. മുള്ളാണ്, മുള്ളിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ പയ്യെ പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. തീയിട്ടത് കുറച്ച് വലിയ ദിവസമൊന്നും ആയിട്ടില്ല, 2 ദിവസം ആയിട്ടുള്ളൂ തോന്നുന്നു തീയിട്ടിട്ട്. ഇതാണ് ഞാൻ നോക്കിയത് അവിടെ നിന്ന് എന്തിനാന്ന്. ഇതെന്താ സംഭവം? ഇങ്ങനെ വെള്ളം വന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത്. ഇവിടെ ഊറ്റുള്ളതാണ്. ഓക്കെ. ഊറ്റുള്ളതിന് അവർ കെട്ടി ഇങ്ങനെ എടുത്തതാണ് അത്. ഓക്കെ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. ഇവിടെ നോക്കുമ്പം കണ്ടോ, നമ്മൾ ഈ കുളത്തിൻ്റെ മുകളിൽ കയറി വന്നു. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. കാരണം നമുക്ക് ആ ടെമ്പിൾ കാണാൻ പറ്റും. അതുപോലെ ആ കുളം, അതുപോലെ ബാക്കി എല്ലാ വൈബ് സ്ഥലവും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. താഴെ വീടൊക്കെ ഉണ്ട്. ചെറിയ കുറച്ച് വീട് തന്നെ തോന്നുന്നു. അങ്ങനെ വലുതായിട്ട് വീടില്ല, എന്നാലും വീടൊക്കെ ഉണ്ട്. നമുക്കിവിടെ നല്ലൊരു വൈബായിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ പാറയിൽ നോക്കുമ്പോൾ ഇതുപോലെ ഓരോ കുഴി കാണും. ഇത് പണ്ടുള്ളവർ മറ്റേ ധാന്യമൊക്കെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുഴിയാണിത് പാറയിൽ. ഇപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടെ ചെറിയൊരു താഴോട്ട് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. ഒരു ചെറിയൊരു അപ്പുറത്തെ മലയിൽ കയറാൻ പറ്റും. ഒരു ഗുഹ പോലെയാണ് ഇതിനകത്ത്. അല്പം അഡ്വഞ്ചറാണ് ഇറങ്ങിപ്പോകാൻ. കാരണം മുള്ളൊക്കെ ഉണ്ട്, 2 സൈഡ് മുള്ളുണ്ട്. ആ മുള്ളൊക്കെ മാറ്റി വേണം നമുക്ക് പോകാൻ വേണ്ടി. അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും വരുമ്പോൾ വീണ്ടും ഇവിടെ സ്റ്റെയറാണ്. അത് കല്ലിലുള്ള സ്റ്റെപ്പാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ മുറിയും. കാരണം നമ്മൾ വന്ന വഴിയാണ് മുകളിൽ നിന്ന്.
അവിടെ കൂടെ വന്ന് അവിടെ കൂടെ ചാടി ഇങ്ങ് വേണം. ദേ കണ്ടോ ഇവിടെ പാറയൊക്കെ വീരിപ്പുണ്ട് വന്ന് മുകളിൽ നിന്ന്. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്ന് ജസ്റ്റ് ചെറിയൊരു ഇതെന്ന് തോന്നുന്നു, ഇറങ്ങാൻ തന്നെ പാട്. ചാടി ദേ കണ്ടോ ഒരു ചെറിയൊരു പാറ വന്ന് മുകളിൽ നിന്ന് ഇരിപ്പുണ്ട്. പക്ഷേ വന്നിരിക്കാൻ നല്ല നമുക്കൊരു പ്ലേസാണ്. ഇതവിടെ കൂടെ ചെറിയൊരു വഴി അങ്ങോട്ടുണ്ട്. അവിടെ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ മലയുടെ മുകളിൽ എന്തോ കയറാൻ പറ്റും തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊള്ളാം കേട്ടോ, നല്ല വൈബാണ് ഇവിടെ നോക്കാൻ വേണ്ടി. മുകളിലോട്ടെ സൂപ്പറായിരിക്കുന്നത് കാണാൻ വേണ്ടി. നമ്മൾ താഴെ നിന്ന സ്ഥലമാണ്. നമ്മൾ മുകളിൽ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറി. അപ്പുറം ഇപ്പുറം 2 പാറയുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ പാറയിലാണ് നമ്മൾ കയറിയത്. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് സ്ഥലമൊക്കെ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ നോക്കുമ്പോൾ പക്ഷേ വലിയ ആഴമൊന്നും നമുക്ക് തോന്നില്ല, പക്ഷേ നല്ലൊരു ആഴമുണ്ട്. ഇവിടെ കൂടെ വേണമെങ്കിൽ താഴെ ഇറങ്ങാൻ പറ്റും. പയ്യെ പിടിച്ചിറങ്ങിയാൽ അങ്ങ് താഴെ അങ്ങ് പോവാം, അടുത്തവൻ്റെ വീടെത്തും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഇത് വന്നിട്ട് അവരുടെ ലാംഗ്വേജിൽ അവർ എന്തോ എഴുതി വെച്ചിരിക്കുന്നതാണ്. 9-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് ഇത്. നമുക്ക് മയക്കി അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമ്മളങ്ങ് വിടുന്നു. അത് നമ്മൾ പിന്നെ ആ പാറയുടെ അവിടെ കൂടെ കയറി മുകളിൽ വന്നപ്പോഴത്തേ താഴെ കുളമൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇനി നമ്മൾ നേരെ പോകുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ കുളം കണ്ടല്ലോ, ഇത് നേരെ ഇങ്ങനെ കറങ്ങി നമ്മൾ ഈ പാറയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ചിതറാൽ ആ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ്. ടോപ്പാണ്, ആ കാണുന്ന ടോപ്പാണ്. അതായത് ഒരു ടാങ്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു, എല്ലാം കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഈ സൈഡിൽ കൂടെ അങ്ങ് പോകണം നമുക്ക്. ഇപ്പോൾ അവിടെയും വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഇറങ്ങിയേ പോകാൻ പറ്റുള്ളൂ. ദേ കണ്ടോ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ മുകളിൽ വന്നു. നേരത്തെ നമ്മളിതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തത്. ഇതതിൻ്റെ ടോപ്പിൽ വന്നു. ദേ ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് അതിൻ്റെ ടോപ്പിൽ. അതിൻ്റെ ടോപ്പിനകത്ത് കയറാൻ പറ്റും കണ്ടോ. ദേ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ ടോപ്പിനകത്ത് ഇതിനകത്ത് ഒരു എന്ത് പറയുന്നത് ഒരു സ്പേസ് ഉണ്ട്. ഒരു ചെറിയ വാതിലാണ്. പണ്ട് രാജാക്കന്മാർ ചെയ്യുന്ന അതേ മെത്തേഡാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൂടെ നമുക്ക് കയറിപ്പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഒരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റും വഴി കയറാം, ഇവിടെ കൂടെയും കയറാം. പക്ഷേ കയറുമ്പോൾ നമ്മൾ ഇരുന്ന് വേണം പയ്യെ കയറാൻ. ഇവിടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ ആ ഒരു ലുക്കുണ്ട് ഇതിനകം കാണുമ്പോൾ. പക്ഷേ പേരൊക്കെ എഴുതി നിറയെ ഇട്ടിട്ടുണ്ട്. കാരണം പണ്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഒളിച്ചിരിക്കാനും ആ ഒരു സെറ്റപ്പ് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൊള്ളാം, നല്ല സൂപ്പറായിരിക്കുന്നു. ഇതിനകത്ത് ഫുള്ളും പേരുകളാണ് കണ്ടോ. കുനിഞ്ഞ് പയ്യെ വേണം നമ്മൾ, ആ മുട്ടിൽ മേലെ പയ്യെ വേണം വരാൻ, അല്ലെങ്കിൽ തല തട്ടും. പിന്നെ വണ്ണമുള്ളവർക്ക് കയറാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. നമ്മൾ വണ്ണം കുറഞ്ഞവർക്കേ കയറാൻ പറ്റൂ. ഇതിവിടെ നോക്കുമ്പോൾ താഴെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡും രണ്ടും ഓപ്പോസിറ്റാണ്. അടിയിൽ കൂടെ ഇങ്ങനെ പയ്യെ കുനിഞ്ഞ് കയറി വേണം. കണ്ടോ കൊച്ചു പിള്ളേരൊക്കെ എളുപ്പമാണ്. അവർ സിമ്പിളായിട്ട് വന്നിട്ട് സിമ്പിളായിട്ട് ഇറങ്ങി പോവാം. കണ്ടോ ആ വന്നിട്ട് അതുപോലെ ഇറങ്ങിപ്പോയി. കണ്ടോ നമ്മൾ വീണ്ടും തിരിച്ചതുപോലെ കണ്ടോ ഇരുന്നാണ് ഇറങ്ങി. അല്പം പാടാണ്, ഇങ്ങനെ കുഴപ്പമില്ല. നമ്മൾ കണ്ടോ ഇതിൻ്റെ ടോപ്പ്, ഇതിനകത്താണ് നമ്മൾ കയറിയത്. ഇനി പയ്യെ നമ്മളിത് ഇങ്ങനെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ പയ്യെ ഇറങ്ങിയാണ്. ഇതേ വീണ്ടും നമ്മുടെ ആൽമരത്തിൻ്റെ അവിടെ എത്താറായി. കണ്ടോ കറങ്ങി ഒരു സൈഡിൽ കൂടെ പോയി ഒരു സൈഡിൽ വന്നതേ നമ്മൾ ആ സ്റ്റെപ്പ് കണ്ടോ പാറ വെച്ചെടുത്ത് നമ്മൾ ഈ വഴിയാണ് പോയത്. ഈ വഴി കയറി അപ്പുറത്തൂടെ കറങ്ങി ഈ സൈഡിൽ കൂടെ വന്ന്. കണ്ടോ എപ്പോഴും നല്ല തിരക്കുണ്ട്. സമയമാവാറായി. ഇനിയിപ്പം താഴെ അവർ ഗേറ്റ് പൂട്ടും, അതിനിപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങണം. നമ്മൾ നടന്നിങ്ങ് താഴെ വന്നപ്പോൾ കണ്ടോ നമ്മൾ കയറിപ്പോയെടുത്ത് തന്നെ കണ്ട ഒരു ഇതാണ് ഗാർഡനൊക്കെ. ജസ്റ്റ് ഒരു പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്, കൊള്ളാം പക്ഷേ കാണാൻ. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു വ്യൂ ആണിത്. കുറച്ച് മരമൊക്കെ നട്ട് അതിൻ്റെ ഇടയിലായിട്ടുള്ളതാണ്. അപ്പോൾ നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള പ്ലേസൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. ദേ അടുത്ത നമ്മൾ ഷോർട്ട് കട്ട് അവിടെ നിന്ന് തന്നെ ചാടി നമ്മളിങ്ങ് വന്ന് ആ പാറയുടെ മീതെ കൂടെയാണ് നമ്മളിങ്ങ് ചാടി ഇറങ്ങി വന്നത്. അത് നേരെ വഴിയുണ്ട്, പിന്നെ നമ്മളിങ്ങ് ചാടി വന്നതേ ഉള്ളൂ. ദേ ഇങ്ങ് താഴെ എത്താറായി, കാരണം സമയമാവാറായി. 4:30 കഴിഞ്ഞ് 4:45. യെസ് 4:45 ആവണം നമുക്കിപ്പം. കാരണം അല്ലെങ്കിൽ അവർ വന്ന് തന്നെ നമ്മളങ്ങ് ഇറക്കി കൊണ്ടുവരും, വേറെ ഒന്നും ചെയ്യൂല. ഇതേ നമ്മൾ താഴെ വന്നപ്പം പോലീസൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. അതിന് ഒരു സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ. കാരണം അവർക്ക് ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെയും നിർത്തൂല. ഇനി അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.